വെൽക്കം വരുവാണ്. ഇത് ഷാർപ്പ് 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ LOT മൂഡ് വഴി നല്ല ലീക്കാണ്. അപ്പോൾ ഇതെനിക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം വേറെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വന്നു പോകും. അപ്പോൾ ഇവിടെ വേറെ ഒരു പുതിയ LOT വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതിനിപ്പോൾ ഇടണം. പിന്നെ ഈ LOT ലീക്കായിരിക്കണ സമയത്ത് അത് ഓൺ ചെയ്യാൻ പാടില്ല. അതങ്ങനെ ഓൺ ചെയ്ത HOD കംപ്ലൈൻ്റ് ആവും, വെർട്ടിക്കൽ AC കംപ്ലൈൻ്റ് ആവും, മെയിൻ AC കംപ്ലൈൻ്റ് ആവും, ട്യൂബ് കംപ്ലൈൻ്റ് ആവും, പിന്നെ പവർ സപ്ലൈ വരെ കംപ്ലൈൻ്റ് ആയി പോകും, ഫീസ് അടിക്കണ കംപ്ലൈൻറ്റ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പുതിയ LOT വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചില സാഹചര്യത്തിൽ LOTയുടെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ചിലത് LOTയുടെ ബാക്കിൽ നമ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അഴിഞ്ഞു പോകും. ചില കടയിൽ ഈ മെയിൻ AC നമ്പരും വെർട്ടിക്കൽ AC നമ്പരും കൊണ്ടു കൊടുത്താൽ ചിലവർക്ക് അറിയാൻ പറ്റും. അവർ കണ്ടുപിടിച്ച് കറക്റ്റ് LOT നമ്പർ എടുത്ത് തരും. അതല്ലെങ്കിൽ ബോർഡ് കൊണ്ടുപോകണം, ചിലവർക്ക് ബോർഡ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇനി അങ്ങനെയും അറിഞ്ഞുകൂടെങ്കിൽ LOT കൊണ്ടുപോയാൽ മതി, വൈൻഡിങ് നോക്കിയെടുത്ത് വരും. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ചിലവർക്ക് അറിയാൻ പറ്റൂ, ചിലവർക്കത് അറിയാൻ പറ്റത്തില്ല. പിന്നെ LOT മാറിയിട്ട ട്യൂബൊക്കെ ചിലപ്പോൾ അങ്ങ് അടിച്ചു പോകും. എനിക്കിതേപോലെ LOT സംഭവം മാറിയിട്ട് ട്യൂബ് അടിച്ച് പോയിട്ടുണ്ട്, ട്യൂബ് ബാക്കിൽ ആർക്ക് ചെയ്ത് പോയി. ഓക്കെ, ഇതിപ്പോൾ ഏതായാലും കറക്റ്റ് നമ്പർ LOT ഇട്ട് ഈ ഷാർപ്പിൻ്റെ TV കറക്റ്റ് ഓണായി വന്നിട്ടുണ്ട്. വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.